എല്ലാ തവണയും വട്ടവടയും മൂന്നാറും ഒക്കെ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ വ്യൂസും ഹിൽ ടോപ്പും അവിടുത്തെ സ്ട്രോബെറി ഫാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോവുക ചെയ്യുന്നതല്ലേ. പക്ഷേ ഇത്തവണ ഞാൻ വിചാരിച്ചു വേറെ എവിടെയും പോകുന്നില്ല, പകരം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു കുഞ്ഞ് ഗ്രാമമുണ്ട്, അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങൾ റൂമിലെത്തി ഫ്രഷപ്പായി കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാട്ടോ. തമിഴ്നാടും കേരളവും എല്ലാം മിക്സപ്പ് ആയിട്ടുള്ളൊരു സ്ഥലമാണിതെന്ന് എനിക്ക് തോന്നുന്നു. കുറേയൊന്നും നടക്കാനില്ല കേട്ടോ, കുറച്ചേ നടക്കാനുള്ളൂ. തൊട്ട് താഴെ തന്നെയാണ് ഈ ഗ്രാമം വരുന്നത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചോദിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴികളൊക്കെ ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ വഴിയൊക്കെ പറഞ്ഞു തന്ന് ജസ്റ്റ് ചിലപ്പോൾ മുഖത്ത് നോക്കി ചിരിക്കുക പോലും ചെയ്യാതെ അങ്ങ് പോവാറുണ്ടല്ലേ. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് നമ്മൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഒരുപക്ഷെ അവർ പുറം പ്രദേശങ്ങളിലുള്ള ആൾക്കാരെ കാണാത്തത്, അങ്ങനെയുള്ള ആൾക്കാരെ ചിലപ്പോൾ പരിചയമില്ലാത്തത് കൊണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര കൗതുകമായിരിക്കും. ചിലപ്പോൾ എൻ്റെ വേഷവിധാനങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള കൗതുകം തോന്നിക്കാണും. എന്നെയും സന്ധ്യേട്ടനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് എല്ലാവരും വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വർത്താനം പറയാനും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാനൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു കുഞ്ഞ് അമ്പലമാണിത്. ഇവിടുത്തെ അമ്പലങ്ങളും നമ്മുടെ അവിടെയുള്ള അമ്പലങ്ങളൊക്കെ തമ്മിൽ എന്തൊരു വ്യത്യാസമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഏത് പ്രതിഷ്ഠയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിന് ചുറ്റും വാളും പരിചയമൊക്കെ ഉണ്ട്. കണ്ടിട്ട് എപ്പോഴും പൂജ നടക്കുന്നൊരിടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ലപ്പോഴും ഒക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവർക്കിങ്ങനെ മാസത്തിലും അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ മാത്രമായിരിക്കും ചിലപ്പോൾ ചില അമ്പലങ്ങളൊക്കെ തുറക്കുക. അതുപോലൊരു അമ്പലമാണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. താഴേക്ക് പോകുമ്പോൾ ഞാൻ കൂടുതൽ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ.